പലരും പല കാരണങ്ങൾ കൊണ്ടാകാം ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിലപ്പോഴൊക്കെ ചില ആളുകൾ പാഷൻ മുൻനിർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടൊക്കെ ബിസിനസ്സിലോട്ട് കടന്നു വരാറുണ്ട്. എന്നാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കൗതുകത്തിന്റെ പുറത്ത് ബിസിനസ്സിലോട്ട് കടന്നു വരികയും പിന്നീട് ജീവിത സാഹചര്യം കൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരാളെ പറ്റിയാണ്. ആ ആളുടെ പേരാണ് കോഴിക്കോട് കുന്നമംഗലം സ്വദേശിനി ഷബ്ന. 2013 കാലഘട്ടത്തിൽ ഹസ്ബൻഡിന്റെ കൂടെ ബാംഗ്ലൂർ പോകുമ്പോൾ അവിടുത്തെ ക്ലോത്ത് മാർക്കറ്റിൽ നിന്നും ഹോൾസെയിലായിട്ട് ഡ്രസ്സുകൾ വാങ്ങുമായിരുന്നു. അങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ ഓൺലൈൻ വഴി വാട്സപ്പ് വഴിയൊക്കെ അടുത്ത ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ കുറച്ചൊക്കെ സെല് ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നത് ബിസിനസ്സിനോടുള്ള ഒരു കൗതുകം കൊണ്ടായിരുന്നു. 2019 കാലഘട്ടത്തിൽ സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് ഇതൊരു സീരിയസ് ബിസിനസ്സായി കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടായതിനാൽ ഹസ്ബൻഡിൽ നിന്നും ഉമ്മയിൽ നിന്നും കടമായി വാങ്ങിയ 80,000 രൂപയ്ക്ക് ദുബായിൽ നിന്നും പർദ്ദകൾ ഇമ്പോർട്ട് ചെയ്തു. പക്ഷേ ആ ഒരു ബിസിനസ് പ്രതീക്ഷിച്ച പോലെ മുന്നോട്ട് പോയില്ല. ആ ഒരു ടൈമിൽ ഭർത്താവിൽ നിന്നും കിട്ടിയ സപ്പോർട്ട് ഷബ്നയെ പിടിച്ചു നിർത്തി. പിന്നീട് ഡീലറെ ചെയ്താക്കിയതോടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി. പക്ഷേ ആ ഒരു ടൈമിൽ കോവിഡ് വില്ലനായി വന്നു. ആ ടൈമിൽ ഫ്ലൈറ്റുകൾ നിർത്തലാക്കി. പിന്നീട് നാട്ടിൽ നിന്ന് തന്നെ മാക്സിയും ഷാളൊക്കെ സോഴ്സ് ചെയ്ത് സെല്ല് ചെയ്യാൻ തുടങ്ങി. ബിസിനസ് കൂടിയപ്പോൾ വീട്ടിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ വീടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. കൊറോണ കഴിഞ്ഞതോടെ ഓഫ്ലൈൻ കച്ചവടം കുറയാൻ തുടങ്ങി. പിന്നീടാണ് ഓൺലൈനിലുള്ള സാധ്യതയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള ബിസിനസ് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ ഒരു ഷോപ്പും കൂടി ഇട്ടു. അതിൻ്റെ പേരാണ് റസാൻ.